നമ്മുടെ കുട്ടികളും നമ്മുടെ കുട്ടികളല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും എഫിഷ്യൻറ്റും പ്രൊഡക്ടിവിറ്റി കൂടുതലൊക്കെ അപ്പോൾ അതിലും ശ്രദ്ധിക്കില്ല. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ടയർഡായിട്ട് പഠിത്തവും കുളമാവും, ഹെൽത്തും മോശമാവും, അതിൻ്റെ കൂടെ പഠിത്തവും കുളമാവും. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മളെ അഡൽട്ട്ഹുഡ് ഡിസീസ് പാറ്റേണിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക? ഈ കുട്ടി ഭക്ഷണമൊന്നും കഴിക്കില്ല, ഇവനെന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു പറഞ്ഞ് എന്നെ കാണിക്കും. അന്ന് ഞങ്ങൾ അവിടെ കോമ്പറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് ടോപ്പ്, ഞങ്ങൾ ഓരോരോ സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടേഴ്സാണ്. ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി തന്നെ പഠിക്കണം. പിന്നെ ഇതിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി, എൻ്റെ മനസ്സിലെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി എന്താ വെച്ചാൽ, ഹായ്, ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു സൂപ്പർ ലേണറാണ് ഡോക്ടർ വിഷ്ണു വാസുദേവൻ. അധിക മുഖവരകളുടെ ആവശ്യമൊന്നുമില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എൻഡോക്രൈനോളജിസ്റ്റാണ്. മൗലാന ഹോസ്പിറ്റലിലെ ഹെഡാണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ആൾ വളരെ ആക്റ്റീവാണ്, ഹെൽത്ത് ഇൻഫ്ലുവൻസറാണ്. സോ വിഷ്ണു സാർ, വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. താങ്ക് യു. സോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണു, കുഴപ്പമൊന്നുമില്ല. ഈ എന്തുകൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഫ്ലുവൻസർ ആയത് സാറ്? ഞാൻ പല പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പല വീഡിയോസിലും. കുറേ കാലത്തോളം ഞാൻ പേഷ്യൻസിനെ നോക്കലും അത് മാത്രമായിട്ട് നടന്നതാണ്. പിന്നെ വിചാരിച്ചു ഈ ഹെൽത്ത് ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പേഷ്യൻറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ക്ലയൻസിനെ ഉണ്ടാക്കാനും അതൊന്നും നമുക്ക് ഒരു നല്ല വാക്കല്ലല്ലോ. ക്ലയൻസ്, കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഡോക്ടർ പറയാൻ പാടില്ല. അങ്ങനത്തെയൊക്കെയായിരുന്നു എൻ്റെ മിസ്കൺസെപ്ഷൻസ് കേട്ടോ ഒരു കാലത്ത്. പിന്നെ ഞാനൊരു IIMലൊരു ഷോർട്ട് കോഴ്സ് ചെയ്യാൻ പോയി. അപ്പോൾ ബിസിനസ്സിനെ പറ്റിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ബിസിനസ് ഈസ് നോട്ട് ആക്ച്വലി എ ബാഡ് വേർഡ്. ബിസിനസ് ഈസ് വാട്ട് ഡ്രൈവ്സ് സൊസൈറ്റിയിൽ ഇത് എക്കണോമി, നമ്മുടെ കൺട്രീനെ സപ്പോർട്ട് ചെയ്യണമെന്നും വേൾഡിനെ മൊത്തം സപ്പോർട്ട് ചെയ്യണം ബിസിനസ്സാണ്. ഓൺടർപ്രണേഴ്സാണ് ആക്ച്വലി ഡോക്ടർമാരെക്കാളും കൂടുതൽ ഒരു പക്ഷേ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ അവിടുന്ന് പഠിച്ചത് ഞാൻ. അപ്പോൾ അതിൽ കൂട്ടത്തിൽ മൂപ്പര് ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞ ഒരു ചെറിയൊരു പോയിൻ്റാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഇഫ് യു ആർ എ ക്വാളിഫൈ, ഞങ്ങളെല്ലാവരും എന്തൊക്കെ പ്രോബ്ലംസ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. വാട്ട് ആർ ദ പ്രോബ്ലംസ് യു ആർ ഫേസിങ് ഇൻ യുവർ ഡെയിലി പ്രാക്ടീസ്. ഞാൻ പറഞ്ഞു എന്നെക്കാളും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരെയാണ്. ശരിക്കുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പല ആൾക്കാരും ഞാൻ തൈറോയ്ഡ് സ്പെഷ്യലിസ്റ്റാണെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യണം ഒരു ദിവസം. അതെ. നമ്മളിപ്പോൾ MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ ആൾക്ക് പോലും തൈറോയ്ഡ് സ്പെഷ്യലിസ്റ്റ് എന്ന് എഴുതാനുള്ള അനുവാദമില്ല ആക്ച്വലി. തൈറോയ്ഡ് സ്പെഷ്യലിസ്റ്റെന്നോ ഡയബറ്റീസ് സ്പെഷ്യലിസ്റ്റെന്നോ എഴുതണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഡിഗ്രി ഇല്ലാതെ നമുക്ക് DM ഇല്ലാതെ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മേ ബി ഐ ക്യാൻ ട്രീറ്റ്, അത് പ്രശ്നമൊന്നുമില്ല, MBBS ഡോക്ടർക്ക് തന്നെ എല്ലാം ട്രീറ്റ് ചെയ്യാം. പക്ഷേ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി MCIന്ന് അല്ലെങ്കിൽ നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റീസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. നമ്മുടെ ബാക്കി ഡോക്ടർമാരെന്നെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ആൾ വെച്ചിട്ടുണ്ടെന്ന് ബോർഡ്. അപ്പോൾ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പല ആൾക്കാരും MBBS പോലും ഇല്ലാത്ത, MBBS ഇല്ലയെന്ന് മാത്രമല്ല വേറെ ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ കൂടി അവരതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റിസർച്ചോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ്ലി അവർ ഒരു ദിവസം ഡിക്ലെയർ ചെയ്യണം ഞാൻ ഡയബറ്റീസിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്, ഞാൻ തൈറോയിഡിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ആൾക്കാർ അവരെയാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോബ്ലം എന്ന് ഞങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത സമയത്ത് പ്രൊഫസർ പറഞ്ഞു, നിങ്ങളാണ് സ്പെഷ്യലിസ്റ്റ് എന്ന് ജനങ്ങൾക്ക് എങ്ങനെ അറിയും? ഇത് വെൻ ദർ ഈസ് എ വോയിഡ് ഇൻ ദ സൊസൈറ്റി, if people want to know about thyroid, diabetes and all this PCOS and all, they are searching for information. Sure. And if you are not available on that space, നിങ്ങളെ നോക്കുമ്പോൾ കാണുന്നില്ല എവിടെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിർച്വലി, ഞാൻ ശേഷം ഇതിനെപ്പറ്റിയൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇഫ് യു ആർ നോട്ട് ഓൺ ദ ഇൻ്റർനെറ്റ് യു ആർ നോ വെയർ ഇൻ ദിസ് സിറ്റുവേഷൻ. നമ്മളിപ്പോൾ നമ്മളൊക്കെ ഒരു ഡിജിറ്റൽ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനും ഇതിലേക്ക് വന്നത്. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് എന്നെ കണ്ടിട്ട് കുറേ ആൾക്കാർ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ തുടങ്ങി, അവർക്കും ഒരു പ്രചോദനമായി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് അതന്നെയുള്ള ഏറ്റവും വലിയൊരു സന്തോഷം. അതെ. പിന്നെ സാർ ഒരു സൂപ്പർ ലേണർ ആണല്ലോ. ഈ ഒരു ജേണി, ഒരു എൻഡോക്രൈനോളജിയിലുള്ള ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? ലൈക്ക് MBBS കഴിയണം, അത് കഴിഞ്ഞിട്ട് MD, പിന്നെ DM, ആ ഒരു ജേണി എങ്ങനെയാണ്? ഈ കോഴ്സ്, ഈ ഒരു ഡയബറ്റീസിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആവുന്ന ആ ഒരു ജേണി എങ്ങനെയായിരുന്നു സാറിൻ്റെ? എനിക്ക് തോന്നുന്നത് ഒരു 1 by 1 ഓരോരോ കാലഘട്ടങ്ങളിൽ വന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ കുറേയൊക്കെ നമ്മൾ പറയില്ല നിമിത്തം എന്നൊക്കെ പറയുന്ന പോലെ ആ സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചായി വന്നതാണ്. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് അന്ന് മുതലേ ഡയബറ്റീസ് സ്പെഷ്യലിസ്റ്റ് ആവണമെന്ന് പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. MBBSന് ചേരുമ്പോൾ തന്നെ എനിക്ക് കാർഡിയക് സർജൻ ആവണം, ഇങ്ങനെയൊക്കെ. ഇത് MBBSന് അഡ്മിഷൻ കിട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കൊടുക്കുന്ന ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ മൂപ്പര് പറയും എനിക്ക് കാർഡിയക് സർജൻ ആവണമെന്നൊക്കെ. അങ്ങനത്തെ വലിയ ചിന്തകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് ഡോക്ടർ ആവണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ +2 പഠിക്കുന്ന സമയത്ത്. ആക്ച്വലി ഞാനൊരു 8th 9th പഠിക്കുമ്പോൾ തന്നെയാണ് ഒരു ഐഡിയ വന്നത്.
ആഗ്രഹം വന്നത്. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുമോയെന്ന് അറിയില്ലായിരുന്നു. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് പറ്റുമോയെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഒരു 10th കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങി. അന്നൊക്കെ പി സി തോമസ് ആണ് കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഞാൻ 2001 പി സി തോമസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2000 ബാച്ചാണ് ഞാൻ 10th സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞ് പി സി തോമസിനെ അവിടെ ജോയിൻ ചെയ്തു. അപ്പം നമ്മൾ ആദ്യമൊക്കെ ബാക്കിലാണ് റാങ്കിൽ. പോയ ഉടനെ ഒന്നും അറിയില്ല. നമ്മുടെ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. എനിക്ക് നെഗറ്റീവ് മാർക്കാണ് കിട്ടിയത് ആദ്യം പോയ ഉടനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. പക്ഷേ പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. എല്ലാ സൺഡേസും പോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ റിപ്പീറ്റ് ഒന്നും ചെയ്യാതെ തന്നെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് MBBSന്. അപ്പോൾ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി എന്നെക്കൊണ്ട് ഇത് പറ്റും. കാരണം ടോപ്പ് റാങ്കുകളിൽ വരാൻ തുടങ്ങി. ടോപ്പ് റാങ്കിൽ വരുന്ന ആൾക്കാരെ ഏറ്റവും ഫ്രണ്ടിൽ പിടിച്ചിരുത്തുമല്ലോ പി സി തോമസ്. അതൊക്കെ ഒരു പോസിറ്റീവ് മോട്ടിവേഷനാണ്. അതെ. അപ്പോൾ അങ്ങനെ വന്ന് ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഏകദേശം ഉറപ്പായി എനിക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു റാങ്ക് കിട്ടുന്ന അറിയായിരുന്നു. അങ്ങനെ പിന്നെ ക്ലിയർ ചെയ്തു. ഫസ്റ്റ് ചാൻസ് തന്നെ ഞാൻ +2 പഠിക്കുന്ന സാറ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജല്ലേ പഠിച്ചത്? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അപ്പം സാറ് ഇപ്പോൾ ഈ പഠിക്കുന്ന രീതി അന്നൊക്കെ നമ്മളിപ്പോൾ MBBSന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ 10th ഓർ +2 പഠിക്കുന്ന സമയത്തും അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നോ സാറ് പഠിക്കുന്ന സമയത്ത്? അല്ല, ഞാൻ +2 ഫസ്റ്റ് ബാച്ചാണല്ലേ +2. സോ സാറിൻ്റെ ഒരു പഠന രീതി, ഒരു സ്റ്റഡി മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു ആ കാലത്തെ? ഞാൻ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ പ്രീ മെഡിക്കൽ സമയത്താണല്ലേ. രാവിലെ 3 മണിക്ക് എണീക്കും, 10 മണിക്ക് കിടക്കും, കൃത്യം 3 മണിക്ക് എണീക്കും, 5 hours സ്ലീപ്പ്. പിന്നെ 3 to 6 അല്ലെങ്കിൽ 7 AM കണ്ടിന്യൂസ് ലേണിംഗ് തന്നെയാണ്, പഠിത്തം തന്നെയാണ്. വൈകുന്നേരം തിരിച്ചു വന്നാലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 2 or 3 hours. അത് കൺസിസ്റ്റൻ്റായിട്ട് ഈ 2 വർഷം ചെയ്ത കാര്യമാണ്. സൺഡേയ്സ് ഉൾപ്പെടെ. സൺഡേയ്സിൽ പി സി തോമസിൻ്റെ അവിടെ പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബുക്ക് താഴെ വയ്ക്കില്ല. ബസ്സിലിരിക്കുമ്പോൾ പോലും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇത് കിട്ടണം എന്നുള്ളൊരു വാശി. എല്ലാ ബുക്കൊന്നും വായിക്കില്ല, ആ ഒരു ബുക്ക് മാത്രം പഠിക്കാൻ. പെർസിവറൻസ് ഉണ്ടായിരുന്നു ആ സമയം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ടോപ്പിക്സ് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. എക്സാമൊക്കെ മൂപ്പര് നേരത്തെ പറയുമല്ലോ, ഇന്ന ചാപ്റ്റേഴ്സിൻ്റെ എക്സാം. ഫിസിക്സ് ആണെങ്കിൽ അത് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തോണം, റാങ്കുകളിൽ വരണം, ഫസ്റ്റ് റാങ്കിലേക്ക് എത്തണം, ടോപ്പ് 5. അപ്പം നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ കോമ്പറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് ടോപ്പ്, ഞങ്ങൾ ഓരോരോ സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടേഴ്സാണ്. അന്ന് കോമ്പറ്റ് ചെയ്ത ആൾക്കാരായിട്ട് ഇപ്പോഴും എനിക്ക് കണക്ഷൻ ഉണ്ട്. പലരും എൻ്റെ കൊളീഗ്സാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ ഞാനൊക്കെ ചെറുപ്പത്തിൽ ചെയ്തൊരു രീതിയാണ്, ഞാനിപ്പോൾ 4 മണിക്ക് എണീറ്റ് പഠിക്കുമ്പോഴും എനിക്ക് ഉറക്കം ഇങ്ങനെ തോന്നും, ഭയങ്കര സ്ലീപ്പി ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ എന്താ പറയുക, കാല് വെള്ളത്തിൽ മുക്കി പഠിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. സാർ അങ്ങനത്തെ രീതികളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരുടെയും ജനറൽ സ്റ്റോറി തന്നെയാണ്. രാവിലെ എണീറ്റ് ഉറക്കം വരും, അത് സ്ഥിരം സംഭവം തന്നെയാണ്. ഭയങ്കര മോട്ടിവേഷൻ ആകുമ്പോൾ ഈ ഉറക്കം പോകും കേട്ടോ. ആക്ച്വലി ആ ഉറക്കം വരൽ എനിക്ക് അത്രയ്ക്ക് ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്താണ് കൂടുതലുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ വന്നതിന് ശേഷം പിന്നെ ഉറക്കമൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യാനില്ല, സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്നാൽ ലാസ്റ്റത്തെ ഒരു 1 month ഒരു ക്രാഷ് സംഭവമുണ്ട്. +2 കഴിഞ്ഞ ഉടനെ ഒരു ക്രാഷ് ഒരു പി സി തോമസിൻ്റെ അവിടെ ഡെയിലി എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ പഠിക്കുക എന്നുള്ള ഫുൾ ടൈം. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയൊക്കെ ഉറക്കം വരൽ നോക്കിയാണ്. ഞാൻ കുറച്ച് നേരം പാട്ട് കേട്ട് ഇങ്ങനെ കിടക്കും. ഞങ്ങളന്ന് CD ആണല്ലോ, CD പ്ലെയറിൽ ആകെ ഒരു 5 പാട്ടേ ഉള്ളൂ. നമുക്ക് മൊബൈലും ഇതൊന്നും ഇല്ലല്ലോ അന്നൊന്നും. ഇതിൽ എനിക്ക് 2 ആഡ് ഓൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ഈ പാട്ട് കേട്ട് പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പം നമ്മൾ കുറേ നേരം പഠിച്ചിട്ട് ഒരു പാട്ട് കേൾക്കുക, അപ്പം നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് ശരിക്കും? സയൻറ്റിഫിക്കലി എന്തൊക്കെയാണ് അതിന് ബാക്കിംഗ് ഉള്ളത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രെയിനൊരു റീസെറ്റ് ആണ്. അതിപ്പോൾ മ്യൂസിക് തന്നെ ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ പ്രാർത്ഥനയാവാം, മെഡിറ്റേഷൻ ആവാം ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ വേറൊരു ബുക്ക് വായിക്കലാവാം, അല്ലെങ്കിൽ ഒന്നും നോക്കാതെ കുറച്ച് നേരത്തേക്ക് സൈലൻ്റായിട്ട് ഇരിക്കലാവാം, ഒന്ന് നടക്കാൻ പോകലാവാം. എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യണത്. അന്ന് ഞാൻ പഠിച്ചതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ആക്ച്വലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണേക്കാളും കൂടുതൽ ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് കുറച്ചായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും കൂടി നന്നായിട്ട്. ഒരു പൊമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒക്കെ ഞാൻ പിന്നീട് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഒക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും എഫിഷ്യൻറ്റും പ്രൊഡക്ടിവിറ്റി കൂടുതലൊക്കെ ബ്രേക്സ് എടുത്ത് ചെയ്യുമ്പോൾ തന്നെയാണ്. പക്ഷേ ബ്രേക്ക് ഒരുപാട് നീണ്ടു പോരുന്നത് മാത്രം. ഈ പൊമഡോറോ ടെക്നിക്ക് ഫുൾ ടൈം ബ്രേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് എന്നുള്ള സ്ഥിതി ആവരുത്. ഇതിങ്ങനെ ചങ്ക്സിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. നമുക്ക് 3 hours ടൈം ഉണ്ടെങ്കിൽ അതൊരു 20 minutes വർക്ക്, അത് കഴിഞ്ഞാൽ 10 minutes ബ്രേക്ക്, പിന്നെയും വീണ്ടും 20 minutes വർക്ക്, പിന്നെയും 10 minutes ബ്രേക്ക്. അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാണ് പഠിക്കാൻ. അതേപോലെ ഈ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എക്സാം സമയത്ത് സ്ഥിരമായിട്ട് ഉറങ്ങാണ്ട് രാത്രി ഫുള്ളിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഭയങ്കര സ്ലീപ്പ് ഡിപ്രൈവേഷൻ വരുന്നുണ്ട് ആ സമയത്ത്. അതുകൊണ്ട് നമ്മളെ ബോഡിക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്തൊക്കെ ഒരു മോശം എന്താ പറയുക, നമ്മളെ ബോഡിക്ക് എന്തൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത്? നമുക്ക് നല്ലോണം ഓർമ്മയിലേക്ക്, ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എന്തായാലും നമുക്ക് സ്ലീപ്പ് മസ്റ്റാണ്. സ്ലീപ്പ് എടുക്കാതെ 5 hours എന്തായാലും നിർബന്ധമാണ്.
പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, അല്ലാതെ അതിനേക്കാളും കുറവ് പഠിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ചിലപ്പോൾ പരീക്ഷയുടെ തലേദിവസമൊക്കെ 3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടൊക്കെ പരീക്ഷയ്ക്ക് പോയാൽ നമ്മളുണ്ട്. ഞാനും അങ്ങനെ ചിലപ്പോൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് ആ ഒരു ദിവസം പിറ്റേ ദിവസം എക്സാമിന് ഓർമ്മയുണ്ടാവും എന്നല്ലാതെ പിന്നീട് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഒരു 3 മാസം കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ വരികയാണെങ്കിൽ ആ പഠിച്ചതൊന്നും നമുക്ക് ഒരു ഉപയോഗപ്പെടുന്നുണ്ടാവില്ല. ലോങ് ടേം സ്റ്റോറേജിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു 6 hours എങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം. 5 to 6 hours ഡെഫിനറ്റ്ലി വേണം. ഓക്കെ. പിന്നെ എനിക്കുള്ളൊരു ചോദ്യമാണ്, നമ്മളിപ്പം ഒരു ലോങ് സ്ട്രെച്ച് പഠിക്കാമെന്ന് വെച്ചോ, അപ്പം ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കണം എന്നൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഡീപ്പായിട്ട് ഒരു ഇൻഹേൽ എക്സേൽ ഒരു എക്സസൈസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു സയൻറ്റിഫിക്കലി ബാക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു എനർജി നമ്മളെ ബോഡിക്ക് മൊത്തത്തിൽ കിട്ടുന്നുണ്ടോ? നമ്മളീ പറയുന്ന യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. പക്ഷേ ആക്ച്വലി കുറച്ചൊക്കെ സയൻറ്റിഫിക് ബാക്കിംഗ് ഉണ്ട് അതിന്. പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് യോഗയ്ക്ക് എന്തായാലും കുറേ റിസർച്ച് അതിൻ്റെ പുറകിലുണ്ട്. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ MBSR എന്ന് പറയുന്ന പരിപാടി. അതിന് നമ്മൾ വിപാസന യോഗ എന്ന് പറയുക. പണ്ട് ശ്രീ ബുദ്ധൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു യോഗ ടെക്നിക്കാണ്. മൂപ്പര് ഡെവലപ്പ് ചെയ്താണെന്നൊക്കെയാണ് പറയുന്നത്, വിപാസന യോഗ. ബേസിക്കലി മൈൻഡ്ഫുൾനെസ് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ 100% കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ വിവേകാനന്ദനും അതിനെ തെറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രേ. വേദാന്തയിലും അതിനെ പറ്റിയിട്ടുണ്ടെന്ന് വേദാന്ത ഫിലോസഫേഴ്സ് പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നത് മൈൻഡ്ഫുൾനെസ് വളരെ യൂസ്ഫുള്ളാണ് സ്ട്രെസ്സ് കുറയ്ക്കാൻ. അപ്പോൾ പഠനത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ആൾക്കാർക്ക് വരുന്നത്, എൻ്റെ അടുത്ത് എത്രയോ കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ എൻട്രൻസ് കിട്ടാതെ വന്നിട്ട് എൻ്റെ OPയിൽ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർ പല കാര്യത്തിന് വേണ്ടിയും, ഇപ്പോൾ പ്യൂബേർട്ടി മുതൽക്ക് ഞാൻ കാണുന്നതായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ PCODക്ക് വേണ്ടി കാണുന്നതായിരിക്കും, അങ്ങനെ പല അസുഖങ്ങൾക്ക് വേണ്ടി എന്നെ കാണുന്നതായിരിക്കും. പക്ഷേ അവർ ആ സമയത്ത് ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് ഉണ്ടാവും, അപ്പോൾ അവരുടെ ഉറക്കം നഷ്ടപ്പെടും, അവർ വർക്കൗട്ട് ചെയ്യില്ല, ഫുഡിൽ തീരെ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വലിയ സ്ട്രെസ്സായി മാറി പിന്നെ അവരെ ഹെൽത്തിനെ നന്നായി ബാധിക്കും ആ സമയത്ത്. അത് കാരണം തന്നെ എൻട്രൻസ് കിട്ടില്ല. ഒരു ഡീപ്പ് സ്ട്രെസ്സിലേക്ക് പോവുകയും ചെയ്യും. എൻട്രൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് തന്നെ വേണം അതിന്. പക്ഷേ അന്ന് വെച്ചിട്ട് ഒരു ദിവസം ഭയങ്കര സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ല. പല ആൾക്കാരും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച്, ഇതേപോലെ തന്നെ എൻ്റെ ഒരു സീനിയർ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചത്. അതായത് നമ്മൾ ഒരു പീക്ക് പെർഫോമൻസ് എത്തുന്ന സമയത്ത് എക്സാം വരണമല്ലോ. എൻട്രൻസ് എക്സാമൊക്കെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ പീക്ക് പെർഫോമൻസ് എപ്പോഴും നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു 5-6 months കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഏറ്റവും പീക്കിലെത്തുക. അത് കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് എക്സാം വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഡൗൺ ഹില്ലാണ്. മിക്കവാറും പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഡൗൺ ഹില്ലിൽ നിൽക്കുമ്പോഴായിരിക്കും എക്സാം വരിക. ഈ പഠിച്ച 5 മാസത്തെ വേസ്റ്റ് ആയില്ലേ. അപ്പോൾ നമ്മൾ അതിനൊക്കെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കണം. അത് ലോങ് ടേം ആണോ, എക്സാം എത്ര ദൂരത്താണ്, അതിനനുസരിച്ച് നമ്മൾ പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്ത്. നിങ്ങൾ എഡ്യൂടെക് ആണല്ലോ അല്ലേ, നിങ്ങൾ അത് സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടാവില്ലേ ഇങ്ങനത്തെ കാര്യം? നമ്മൾ ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ എക്സാം സമയത്ത് പലർക്കും എക്സാം ഫിയർ എങ്ങനെ അതിനെ ഒഴിവാക്കാന്നുള്ള രീതിയിലുള്ള വെബിനാറും സെമിനാറൊക്കെ നമ്മളും കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ടൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു ഒരു ചോദ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുട്ടികൾ ഡയറ്റ് എടുക്കാറുണ്ട്, പലരും ഓൺലൈൻ നോക്കിയിട്ട് ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഡയറ്റ് എടുക്കാറുണ്ട്. ഇതൊരു മോശം പ്രവണതയല്ലേ ശരിക്കും? ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യാണ്ട് ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഡയറ്റ് എടുക്കുമ്പം നമ്മളെ ആരോഗ്യത്തെ അത് മോശമായിട്ട് ബാധിക്കില്ല ശരിക്കും? ഡയറ്റിൽ നമ്മളൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ലാതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ഇനി പലരും അത് ഡയറ്റീഷ്യൻസൊക്കെ സമ്മതിച്ചു തരില്ല, ന്യൂട്രീഷനിസ്റ്റൊന്നും. നമുക്കൊരു പേഴ്സണൽ ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റൊക്കെ ഉണ്ടാവണം നല്ലത് തന്നെയാണ്, ഒരു തീരെ അറിയാത്ത ഒരാൾക്ക്. പക്ഷേ കുറച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വല്ലാതെ തലപുണ്ണാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് കഴിക്കാൻ പറ്റുമോ, അത് കഴിക്കാൻ പറ്റുമോ, എങ്ങനെ കഴിക്കണം, അങ്ങനെ കഴിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഇതൊക്കെയാണ് നമ്മൾ അതിലും ശ്രദ്ധിക്കില്ല. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ടയർഡായിട്ട് പഠിത്തവും കുളമാവും, ഹെൽത്തും മോശമാവും, അതിൻ്റെ കൂടെ പഠിത്തവും കുളമാവും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു പ്ലേറ്റ് മെത്തേഡിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര വിൽ പവർ ഉണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഓൾറെഡി ആലോചിച്ച് ചെയ്യുന്നതാണ്, പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്നൊക്കെ. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഈ പ്ലാനിങ് ഒക്കെ പോവും. നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു നഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മളുടെ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വരുത്തിയിട്ട്, നമ്മുടെ സറൗണ്ടിങ്സിൽ വരുത്തിയിട്ട് നമുക്ക് എങ്ങനെ വലിയ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ നഡ്ജ് എന്ന് പറഞ്ഞത്. ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ അതിൽ പറയണത്, നമ്മൾ ആക്സസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അൺഹെൽത്തി ഫുഡ്സാണ് എപ്പോഴും നിരത്തി വെച്ചിട്ടുണ്ടാകും.
അപ്പോൾ നമുക്കത് പിക്ക് ചെയ്യാനുള്ള ഭയങ്കര ടെൻഡൻസി കൂടുതലാണ് ഫ്രണ്ടിൽ തന്നെ കാണുമ്പോൾ. അപ്പോൾ ചെറിയൊരു നഡ്ജ് പല സ്കൂളുകളിലും യൂറോപ്പിലും അതുപോലെ US-ലൊക്കെ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി വല്ലാതെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ചൈൽഡ്ഹുഡ് ഡയബറ്റീസും ഒബിസിറ്റിയൊക്കെ നല്ല ഡിഫറൻസ് വരുത്താൻ പറ്റി. ഈ ഒരു സാധനം അവർ അലൗ ചെയ്തില്ല സ്കൂളുകളിലും ക്യാൻറ്റീനുകളിലൊക്കെ. ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വെക്കാൻ പാടില്ല. നമ്മൾ ഈ പറയുന്ന പോലെ സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ ക്യാൻസറിൻ്റെ പടം വെക്കണം, ക്യാൻസർ. അതുപോലത്തെ ചെറിയ ചെറിയ ചേഞ്ചസ് അതിന് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി, പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ എന്താ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കയ്യെത്തുന്ന ദൂരത്ത് ഈ സാധനങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ ലേസും മറ്റേതും ഒക്കെ വാങ്ങി കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്ട്രെസ് ഈറ്റിംഗ് വരുന്ന സമയത്ത് എന്താ കൈ കിട്ടിയാൽ അത് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പഠിക്കുമ്പോൾ ടെൻഷൻ വരും, സ്ട്രെസ് വരും, അപ്പോൾ നേരെ പോയിട്ട് ചോക്ലേറ്റ് എടുത്ത് കഴിക്കും. ഈ വാങ്ങിക്കൊണ്ടൊന്നും വെക്കരുത്. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയുന്നൊരു ശരിക്കും ഒരു ഡിസോർഡർ ആണോ അത്? സ്ട്രെസ് ഈറ്റിംഗ് ഒരു ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡിസോർഡർ എന്ന് നമ്മൾ എപ്പോഴാണ് പറയുകയെന്ന് വെച്ചാൽ, എന്തൊരു സാധനത്തിനും ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് നോർമലിന് വേരിയേഷൻ വരുമ്പോഴാണല്ലോ. അതെ. ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഉള്ള കാര്യത്തിനെ പിന്നെ നമുക്കതിന് ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു പ്രിവെയിലിംഗ് ഹാബിറ്റ് മാതിരിയാണ്. ഹാബിറ്റായി മാറിയില്ല. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസോർഡറിനേക്കാളും കൂടുതൽ ഒരു പ്രിവെയിലിംഗ് ഹാബിറ്റാണ് ആൾക്കാർക്ക് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് സയൻറ്റിഫിക് ആയിട്ടും അതേപോലെ ഹോർമോണൽ റീസൺസും ഉണ്ട്. സ്ട്രെസ്സ് വരുമ്പോഴുള്ള കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കൂടുതൽ കഴിക്കാൻ ടെൻഡൻസി ഉണ്ടാക്കുന്ന ഹോർമോണാണ്. അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽസ് കൂട്ടുന്ന ഹോർമോണാണ്. ഇൻസുലിനെ അഗേൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കഴിച്ചേ പറ്റൂ എന്നുള്ള സ്ഥിതി വരും. അതിന് വേറെ മെത്തേഡ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഒരു ടെക്നിക്കാണ്. അല്ലെങ്കിൽ എക്സസൈസ്, ചെറിയൊരു വാക്കിന് പോവുക, ഒരു 10 മിനിറ്റ് വാക്കിന് പോവുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ സറൗണ്ടിങ്സ് മാറ്റുക എന്ന് പറഞ്ഞ പോലെ തന്നെ അടുത്ത് തന്നെ ഒരു ട്രെഡ്മില്ല് വാങ്ങി വയ്ക്കാം. നമുക്ക് വായിച്ച് ബോറടിക്കുമ്പോൾ 20 മിനിറ്റ് ഒരു അരമണിക്കൂർ വായിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ട്രെഡ്മില്ല് നടക്കാം, നടന്നുകൊണ്ട് വായിക്കാം വേണമെങ്കിൽ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫിസിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർ അക്കാഡമിക്സിൽ എന്താ പറയുക എക്സലൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണോ? വളരെ അധികം, തീർച്ചയായിട്ടും. അതും നമ്മളൊരു ആൾക്കാർ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. 10ാം ക്ലാസ് അല്ലേ ഡോക്ടർ ഞാൻ പറയുമ്പോൾ പേഷ്യൻസ് പറയും, ഇപ്പോൾ ഇവന് ഒബിസിറ്റി ഉണ്ട്, ഡയബറ്റീസിൻ്റെ ഒരു ഏർലി സ്റ്റേജ്, ചിലപ്പോൾ ഇവിടെ ബാക്കിൽ ബ്ലാക്ക് കളർ, കഴുത്തിൻ്റെ ബാക്കിൽ ബ്ലാക്ക് കളർ വരുന്നത് ഡയബറ്റീസ് വരാനുള്ള ഒരു ടെൻഡൻസിയാണ്. കുട്ടികളിൽ കുറേ പേർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ PCOD, അവരുടെ പീരീഡ്സ് ഇറഗുലർ ആവുന്നത് പെൺകുട്ടികളുടെയൊക്കെ. അവർ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ സമയത്തായിരിക്കും പേരൻസും അവരുടെ അടുത്ത് പറയുക 10ാം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. അവരെ 2 തരത്തിലും അത് ബാധിക്കും. 10ാം ക്ലാസ്സിലെ പെർഫോമൻസും മോശമാക്കും, അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഹെൽത്തും മോശമാവും. ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങളൊരു അരമണിക്കൂറോ 30 മണിക്കൂറോ പഠിച്ചു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്മാർട്ട് വേ ഓഫ് അപ്രോച്ചിങ് യുവർ സ്റ്റഡീസ് അതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ ആക്ച്വലി കുറച്ച് ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ചെയ്യാൻ പറ്റുക. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആ സമയം കൂടി പഠിക്കും എന്നുള്ളതാണ്, പക്ഷേ അത് തെറ്റാണ്. ഇപ്പം നമ്മൾ പഠിച്ച രീതിയിൽ നിന്ന് ഇപ്പോഴത്തെ രീതിയിലേക്കൊരു ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ മോസ്റ്റ്ലി ഓഫ്ലൈൻ ഓറിയൻറ്റഡ് ആയിരുന്നു അല്ലേ. ഇപ്പം അത് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ 2 വ്യത്യാസം എവിഡൻ്റ് ആയിട്ട് സാറിന് എന്താണ് മനസ്സിലാകുന്നത്? ഇപ്പോൾ സാർ ഒരു പാരൻറ്റും കൂടെയാണ്. അപ്പം നമ്മൾ പഠിച്ച രീതിയിലുള്ള ഒരു ട്യൂഷനിങ്ങും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതെ. സാറിനൊരു മേജർ ചേഞ്ചസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓൺലൈൻ ബൂം വന്നതിപ്പോൾ ഈ കോവിഡിൻ്റെ ഇതിലും ചിറകിലും കൂടിയാണല്ലോ. എനിക്ക് 2 മക്കളാണ്. മോള് LKG പഠിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. അപ്പോൾ അവൾക്ക് അതോടുകൂടി സ്കൂള് പോയി. പിന്നെ 2 വർഷം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണെന്ന് ഇപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടെന്നുള്ള സ്ഥിതിയാണ്. ആ പ്രായം മുതൽക്കുള്ള കുട്ടികൾക്ക് തന്നെ നന്നായിട്ട് അറിയാം ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണ്. അതിൻ്റേതായ പ്രോസും കോൺസും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അത് കാരണം വന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ചോദിക്കുന്നത്, ആദ്യമായിട്ട് ഒരു കുട്ടി തടി കൂടുതലായിട്ടോ ഒബിസിറ്റി ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരോട്, അല്ലെങ്കിൽ ഡയബറ്റീസ്, എനിക്കിപ്പോൾ 10 വയസ്സുള്ള 12 വയസ്സുള്ള കുട്ടിക്ക് വരെ ഡയബറ്റീസ് ഉണ്ട്. സാധാരണ ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടും ആക്ടിവിറ്റി കുറഞ്ഞിട്ടും ഉണ്ടാകുന്ന ജനറ്റിക്കായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മേജർ കോമ്പണൻ്റ് ഡയറ്റും എക്സസൈസിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് വരുന്ന ഡയബറ്റീസ് 10ഉം 12ഉം വയസ്സിലുള്ള കുട്ടികൾ വരെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ യങ് സ്റ്റേജാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, പക്ഷേ റയർലി അതുകൊണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രീ സ്റ്റേജ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിൻ്റെ ബാക്കിൽ ബ്ലാക്ക് കളർ അതുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ
ഈ കോവിഡ് സമയത്താണ് അവർ വെയിറ്റ് ഗെയിൻ ഉണ്ടായിരിക്കണം കുറേ പേർക്ക്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണത്. അഡ്വാൻറ്റേജ് വീട്ടിലിരുന്ന് പഠിക്കാം, എവിടെയും പോകണ്ട, നമുക്ക് എല്ലാം ആക്സസ് ഉണ്ട്, വേണ്ട സമയത്ത് അപ്പോൾ പഠിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡ് സെഷൻസ് കാണാം. ഇങ്ങനത്തെ കുറേ ഗുണങ്ങൾ അതിനുണ്ട്. പക്ഷേ ദോഷങ്ങൾ നമുക്ക് സോഷ്യൽ സ്കിൽസ് കുറയും. അല്ലാതെ ആ സമയത്ത് തന്നെ കോവിഡ് ബേബീസിന് ലേണിംഗ് സ്കിൽസ് കുറവാണ്, ഇൻട്രാക്ഷൻ കുറവാണ്. അതുപോലെ സംസാരിക്കാൻ ലേറ്റായി എന്നുള്ള കുട്ടികൾ, അത് കുറേ പേർക്ക് അങ്ങനത്തെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഓൺലൈൻ ക്ലാസ്സസിനെ കൊണ്ടുണ്ട്. പക്ഷേ ഓവറോൾ ഏത് ടെക്നോളജി വരുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയെ കൊണ്ട് ഗുണം തന്നെ ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അല്ലേ? ഓൺലൈൻ ക്ലാസ്സസാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ. പ്രത്യേകിച്ച് എൻട്രൻസിനൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ 1-2 വർഷമൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്താലേ പല എൻട്രൻസസും ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് എക്സസൈസ് അവർ കൺസിസ്റ്റൻ്റ്, ഞാൻ അവരുടെ അടുത്ത് അതാ പറയാമല്ലോ, ഡയറ്റിന് നമ്മുടെ ഈ ആക്സസ് കുറയ്ക്കുക. പെട്ടെന്ന് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡും പ്രോസസ്ഡ് ഫുഡും ഒക്കെ ഇപ്പോൾ ഒരു സ്വിഗ്ഗിയിൽ ഓൺലൈനിൽ ഒന്ന് പ്രസ് ചെയ്താൽ അപ്പോൾ തന്നെ ഫുഡ് സാധനങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ആക്സസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് എക്സസൈസും ഒരു 45 മിനിറ്റ്സോ 30 മിനിറ്റ്സ് എങ്കിലും മിനിമം ഡെയിലി എക്സസൈസ് ചെയ്യാനുള്ള കാര്യം ചെയ്താൽ തന്നെ നമുക്ക് ആ 2 വർഷം വലിയ തടിക്ക് കേടില്ലാതെ രക്ഷപ്പെട്ടു പോകാം. സോ അതിനുള്ള കാര്യങ്ങളൊക്കെ പാരൻസ് ചെയ്തു കൊടുക്കണം കുട്ടികൾക്ക്. പാരൻസ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് പാരൻസ്. സർ കോഫി. ഇനി എനിക്ക് ചോദിക്കാനുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യം, ഈ എഴുതി പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതി പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്കത് എൻ്റെ ഒരു മെമ്മറി ഹാക്കായിരുന്നു. അത് കുറേ നേരം എനിക്കത് മെമ്മറിയിൽ ആ സാധനം ഉണ്ടാവുമായിരുന്നു. അപ്പം വായിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്, എഴുതി പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇതിൽ ഏത് രീതിയാണ് നല്ലത്? അങ്ങനൊരു നല്ല രീതി ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ എല്ലാത്തിൻ്റെയും ഞാൻ എല്ലാത്തിൻ്റെയും മിക്സ് ആയിരുന്നു അല്ലേ? ഞാൻ കുറച്ച് വായിക്കും, കുറച്ച് വായിക്കും, കുറച്ച് എഴുതി പഠിക്കും. ഡിഫിക്കൽട്ടായിട്ടുള്ളത് എഴുതി പഠിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ അടുത്ത് പ്രൊഫസേഴ്സൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർമുലാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി തന്നെ പഠിക്കണം. അല്ലാതെ ജനറലായിട്ടൊരു അറിവ് മാത്രം മതി എന്നുള്ളത് നമ്മൾ വായിച്ച് പഠിക്കും. ചിലത് എഴുതി പഠിക്കുക തന്നെ പറ്റുള്ളൂ. ചിലത് ഉറക്കെ പറഞ്ഞ് പഠിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വൈവയൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഉറക്കെ പറഞ്ഞിട്ട് തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ പല രീതിയിൽ ചിലർ ലിസ്ണേഴ്സാണ് ബെറ്റർ ലിസ്ണേഴ്സ്, ചിലർ വിഷ്വൽ ഇതാണ്, അവർക്ക് എത്ര വായിച്ചാലും മനസ്സിലാവില്ല. പക്ഷേ ഒരു വിഷ്വൽ എയ്ഡ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നല്ലത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് എയുടെ ഫീൽഡൊക്കെ ഉള്ളതുകൊണ്ട് എയുടെ ഹെൽപ്പ് എന്തായാലും എടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഞാൻ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് തന്നെ ഭാവിയിൽ ഡോക്ടർമാരുടെ ജോലി റീപ്ലേസ് ചെയ്യുമെന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയും എന്തായാലും യൂസ് ചെയ്യാത്ത ഡോക്ടർമാരെ യൂസ് ചെയ്യുന്ന ഡോക്ടർമാർ റീപ്ലേസ് ചെയ്യും, അത് ഉറപ്പാണ്. ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ശരിക്കും ഉറപ്പില്ല. പക്ഷേ യൂസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് എന്തായാലും മറ്റേ ഡോക്ടർമാരെ റീപ്ലേസ് ചെയ്യും, അത് ഉറപ്പാണ്. ഓക്കെ. പിന്നെ 2 തരത്തിലുള്ള ഉറക്കമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾ. ഡീപ്പ് സ്ലീപ്പും ഉണ്ട്, ഡ്രീം സ്ലീപ്പും ഉണ്ട്. ഇതിൽ ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനാണോ നല്ലത്? ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്രെയിനിന് റെസ്റ്റ് കിട്ടുന്നത് ഡീപ്പ് സ്ലീപ്പിലാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളൊരു പാർഷ്യലി ഡ്രീം കണ്ടുകൊണ്ടുള്ള ഒരു പാർഷ്യൽ വേക്കിംഗ് സ്റ്റേറ്റ് നമ്മൾ REM സ്ലീപ്പ് എന്നാണ് പറയുക അതിനെ. മറ്റേത് NREM സ്ലീപ്പാണ്. നോൺ REMഉം ഇത് REM സ്ലീപ്പും. ഈ REM സ്ലീപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ മെമ്മറീസൊക്കെ ലോങ് ടേമിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നതും ഒക്കെ ഈ REM സ്ലീപ്പിലാണ്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ റിയാലിറ്റി, നമ്മളെ ട്രോമ കുറയ്ക്കുന്നത് REM സ്ലീപ്പാണ്. അതായത് നമുക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചോളൂ. ഒരു ദിവസം ഒരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഒരാളുടെ ചീത്ത കേട്ടു, അല്ലെങ്കിൽ അന്ന് നമുക്ക് ഒരു എക്സാമിൽ തോറ്റുപോയി, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഡ്രീംസ് കാണുന്നതോട് കൂടിയിട്ട് അതിനെ ഒരു ഫിക്ഷണലൈസ് ചെയ്ത് നമ്മുടെ ബ്രെയിന് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുന്നതും REM സ്ലീപ്പാണ്. NREM സ്ലീപ്പ് നമ്മുടെ റെസ്റ്റ് കിട്ടുന്നതും, അതേപോലെ REM സ്ലീപ്പ് നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ 2 സ്ലീപ്പും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനെയും കോമ്പിനേഷനാണ് വേണ്ടത്. നമ്മൾ ഭയങ്കര ടയർഡായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഡ്രീം കാണുന്ന സ്ലീപ്പായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മൾ ഭയങ്കര ടയർഡായിരിക്കും ടൈമിൽ. പക്ഷേ കാമായും ക്വയറ്റായിട്ട് ഉറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 4-5 മണിക്കൂറെങ്കിലും നമുക്ക് ഡീപ്പ് സ്ലീപ്പാണ് ഉണ്ടാവുക. ഡീപ്പ് സ്ലീപ്പ് എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിനിന് റെസ്റ്റ് കിട്ടണമെങ്കിൽ. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ഒരു സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ ജോലി കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ചുകൂടെ കോഗ്നിറ്റീവായിട്ട് നമ്മൾ സ്കിൽ അക്വയർ ചെയ്യേണ്ട, സ്കിൽ ബേസ്ഡ് ആണ് നമ്മുടെ ഒരു ലോകം ഇപ്പം. അപ്പം സാറിന് അങ്ങനെ തോന്നിയിട്ടില്ല? ഇപ്പം സ്കിൽ സെറ്റ് സാർ ആസ് എ പാരൻറ്റ് കുട്ടികൾക്ക് എന്തൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള എന്തൊക്കെ ഹെൽപ്പാണ് സാർ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത്
അപ്പം ഞാൻ ഇന്നലെ മോളോട് സംസാരിച്ചുള്ളൂ അതിനെ പറ്റിയിട്ട്. അതായത് നമ്മൾ കുറേ പഠിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കുറേ മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ പണ്ട് ജോലിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കമ്പനീസിലൊക്കെ. അപ്പം ഞാൻ ആ രീതിയിൽ പഠിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എല്ലാം ബുക്സ് മുഴുവൻ പഠിച്ച് ബൈഹാർട്ടായിട്ട് പഠിച്ച് പോയി അത് മുഴുവൻ അതുപോലെ എഴുതി വയ്ക്കാൻ പറ്റിയാൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും. അതാണല്ലോ ജനറലി ഇത്. അപ്പോൾ നമ്മളെ പക്ഷേ ഇപ്പോൾ ജോലിക്ക് എടുക്കുന്ന കമ്പനീസൊക്കെ വിചാരിക്കുന്നത് അവർക്ക് വേണ്ടത് കൂടുതൽ EQ ആണ്, ഇമോഷണൽ കോഷ്യൻ്റ് ആണ് അവർക്ക്. വെദർ യു ആർ ഏബിൾ ടു വർക്ക് വിത്ത് അതർ പീപ്പിൾ, അതാണ് കമ്പനീസ് ഇപ്പോൾ നോക്കുന്നത്. നമ്മളുടെ ഭയങ്കര സ്കില്ല് കൂടുതലുള്ള ആളായതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബാക്കിയുള്ളവരായിട്ട് ഒത്തുപോകുന്ന ആളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ HR അപ്പം തട്ടിക്കളയും, HR തട്ടിക്കളയും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഭയങ്കര സ്കില്ലും പിന്നെ മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ബാക്കിയുള്ളവരെക്കാളിലൊക്കെ വലിയ എന്തോ ഒരാളാണെന്നുള്ളൊരു തോന്നലൊക്കെ ഉള്ള ഒരാൾ ചിലപ്പോൾ നമ്മുടെ കമ്പനിക്കൊരു അസറ്റായിരിക്കില്ല. ചിലപ്പോൾ അയാൾ ബാക്കിയുള്ളതിനൊക്കെ പിടിച്ചു വലിക്കുന്ന ഒരാളായി മാറും. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് അതാ പറഞ്ഞത് ഇന്നലെ, കോൺസെൻട്രേറ്റ് മോർ ഓൺ ഡെവലപ്പിംഗ് യുവർ EQ ഓൾസോ എലോങ് വിത്ത് IQ കുറേ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ അവരോട് സംസാരിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പാരൻസ് ആസ് എ പാരൻറ്റ് നമ്മൾ കുറേ അവർക്ക് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുത്തു. നമ്മളവർക്ക് ഏത് കോഴ്സിന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ എത്ര പൈസ വേണമെങ്കിൽ കൊടുത്ത് ചേർക്കാനുള്ള കഴിവൊക്കെ നമുക്കുണ്ടാവും. അതിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആ കുട്ടിക്ക് നല്ലൊരു EQ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫൈനലി ഹി ഓർ ഷീ ഈസ് എ ഫെയിലിയർ. അപ്പോൾ ഞാൻ അവരോട് പാരൻസിനോട് പറയാനുള്ളത്, എനിക്ക് നമ്മൾ അവരോട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ EQ ഡെവലപ്പ് ചെയ്യും. ഓരോ കാര്യങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഇതാണ് കേട്ടോ, എത്രമാത്രം ഇപ്പം എൻ്റെ മോൾ അത്ര ചെറുതാണ്, അവളിപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അതാണ്, ഇപ്പോൾ കാണുന്നതിൽ വെച്ചിട്ട് അവൾക്ക് നല്ല EQ ഉണ്ട്, ഇപ്പം തന്നെ ഉണ്ട്. കാരണം ഞാനും എൻ്റെ വൈഫാണെങ്കിലും ശരി, എന്നെക്കാളും കൂടുതൽ എൻ്റെ വൈഫാണ്. എനിക്ക് ടൈം കുറച്ച് കുറവേ കിട്ടാറുള്ളൂ സംസാരിക്കാൻ, പക്ഷേ വൈഫ് നല്ലോണം സംസാരിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു മോനുണ്ട്, മോനിപ്പോൾ UKG എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ മോനോട് ഞാൻ സംസാരിച്ചോളാം എന്നാണ് ഇപ്പോൾ വൈഫിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റെസ്പോൺസിബിലിറ്റി, അതെ, ഈക്വൽ റെസ്പോൺസിബിലിറ്റി. ഞാൻ കുറച്ച് മുമ്പ് വരെ ഇതിലത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. പാരൻറ്റിങ്ങിൻ്റെ ബുക്സും നമ്മളും ലേണിംഗ് ഫേസ് തന്നെയാണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഇതൊരു എക്സാമോ ഒന്നുമല്ല പാരൻറ്റിങ്. നമ്മൾ മിസ്റ്റേക്സ് ചെയ്യും. ഞാനും പലപ്പോഴും എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ബ്ലർട്ട് ഔട്ട് ചെയ്യും. വൈഫിനെ അവരുടെ മുന്നിൽ വെച്ച് ചീത്ത പറയും, കുട്ടികളുടെ മുന്നിൽ വെച്ച്. വൈഫ് എന്നോടും ചിലപ്പോൾ മോശമായിട്ട് പെരുമാറും. കൂടുതലും അങ്ങോട്ടാണ് കേട്ടോ. പക്ഷേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് അത് നല്ല കാര്യമല്ല ആക്ച്വലി. പക്ഷേ ഞാൻ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ള ഒരാളാണ് ഞാനപ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അപ്പോളജൈസ് ചെയ്യും വൈഫിനോട്. അപ്പോൾ അത് അവരുടെ മുന്നിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ അഭിമാനം വിചാരിച്ച് നമ്മൾ ആണാണ്, പുരുഷൻ അങ്ങനെ സ്ത്രീയോട് മറ്റേ സോറി പറയും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ 80s കിഡ്സ് 90s കിഡ്സിനൊക്കെ അങ്ങനെ ചിലപ്പോൾ ഫീലിംഗ് ഉണ്ടാവും. ഞാൻ ആണല്ലേ, ഞാൻ എന്തിനാ. നമ്മുടെ പാരൻസും അങ്ങനെയാണ് പറയുന്നത്, ആണാവുമ്പോൾ ധൈര്യം വേണം, നമ്മുടെ ഇമോഷൻസ് ഒന്നും കരയാൻ പാടില്ല, ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പാടില്ല. പക്ഷെ അതൊക്കെ ഞാൻ പതുക്കെ വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ പരമാവധി എന്നെക്കൊണ്ട് കഴിയുന്നത്ര തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് സോറി പറയാം. എൻ്റെ വൈഫിനോടാണെങ്കിലും കുട്ടികളോടും അതുപോലെ നമുക്ക് സോറി പറയാം. എൻ്റെ അച്ഛനും അമ്മയൊന്നും എന്നോട് ഒരിക്കലും സോറി പറഞ്ഞിട്ടില്ല. അവർക്ക് അതൊരു ശീലമില്ലാത്തൊരു കാര്യമില്ലാത്തതും പിന്നെ അത് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അവർ വളർന്നു വന്ന ജനറേഷൻ വേറെയാണ്. പിന്നെ അവരുടെ അവയർനെസ് ആ കാര്യത്തിലൊക്കെ കുറവായിരുന്നുണ്ടാവും. നമ്മൾ മുഴുവനായിട്ട് നമ്മൾ പാരൻസിനെ ഫുള്ളായി ബിലീവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി, എൻ്റെ മനസ്സിലെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി എന്താ വെച്ചാൽ, ഈ അടുത്ത് വേറൊരു കാര്യം വായിച്ചതാണ്. നമ്മുടെ ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുള്ളൊരു വരി. അതായത് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളല്ല ആക്ച്വലി, അത് നമ്മളിലൂടെ വളരാനുള്ള നമ്മളൊരു മാധ്യമം മാത്രമാണ് ആ കുട്ടികൾക്ക് വളരാൻ വേണ്ടിയിട്ട്. മീഡിയേറ്റർ മാത്രമാണ്. നമ്മുടെ പ്രോപ്പർട്ടി ഒന്നുമല്ല ആ കുട്ടികൾ. ഇത് നേച്ചറിൻ്റെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയ എത്രയോ ജനറേഷൻസിൻ്റെ എല്ലാം ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ് നമ്മുടെ മക്കളും. അപ്പോൾ അവരെ വളരാൻ നമ്മൾ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്താൽ മതി. അതല്ലാതെ അവർക്ക് എന്ത് സംഭവിച്ചാലും അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഞാനാണെന്ന് വിചാരിച്ച് വിഷമിക്കുകയും വേണ്ട എന്നർത്ഥം. പിന്നെ കുട്ടികളിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു ടെൻഡൻസി, ഇപ്പം സാറ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ചെറുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ട്. നമ്മളിപ്പോൾ തിരക്കാണ്, സ്കൂൾ ബസ് വരും, എക്സാം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ശരിക്കും ഈ പഠിക്കുന്ന സമയത്ത്
ഏത് നേരത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏത് നേരത്താണ്? എല്ലാവരും പറയും രാവിലെ നന്നായിട്ട് കഴിക്കണം എന്നാണ്. അപ്പം ഏതൊക്കെ നേരങ്ങൾ ഒരു നല്ലൊരു ഡയറ്റ് എങ്ങനെയാണ് കുട്ടിക്ക്? ഇപ്പോൾ സാറ് ഡോക്ടറും കൂടിയാണല്ലോ. ഇപ്പം നമ്മൾ കൂടുതൽ കുറവേ കഴിക്കുന്നു എന്നുള്ളതുള്ള പ്രോബ്ലം വളരെ വളരെ കുറവാണ്. അങ്ങനെ ഒരു സംഭവം ശരിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പേഷ്യൻറ്റിനും ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ട്, ഇപ്പം ഞാൻ കാണുന്ന പോപ്പുലേഷൻ ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം കേട്ടോ, അങ്ങനെ ഒരു ബയസ് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ പൊതുവേ മാൽ ന്യൂട്രീഷനെക്കാട്ടിലും ഓവർ ന്യൂട്രീഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ മേജർ പ്രോബ്ലം. പ്രത്യേകിച്ച് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അൺഹെൽത്തി ഫുഡ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കുട്ടി സ്കിപ്പ് ചെയ്യണതായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് കൂടുതൽ നല്ലത്, പല കുട്ടികൾക്കും. കാരണം അവർക്ക് കൊടുക്കുന്നത് ബ്രെഡും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ തേച്ച് റെഡിയാക്കിയിട്ട് വേഗം കൊടുത്ത് കഴിപ്പിച്ച് വിടുക, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിപ്പിച്ച് വിടുക എന്നുള്ളതായിരിക്കും. അത് കഴിഞ്ഞ് കുറേ ജ്യൂസും കുടിച്ചിട്ട് ആക്ച്വലി അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കുകയും ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ അവർ തൂങ്ങിക്കൊണ്ടിരിക്കും, ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗേ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് മതി രാവിലെ സമയം. നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് രാവിലെ ഒരു കുട്ടി കഴിക്കേണ്ടത്? എല്ലാ നേരത്തും മേജർ മീൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ബാലൻസ്ഡ് ഡയറ്റാണ് എപ്പോഴും നല്ലത്. അതിൽ യാതൊരു സംശയമില്ല. അതിൽ കാർബോഹൈഡ്രേറ്റ്സ് 1/4, പ്രോട്ടീൻ 1/4 വെജിറ്റബിൾസും സാലഡും, അങ്ങനെ ഉള്ള സാധനങ്ങൾ. അത് കുക്ക് ചെയ്ത വെജിറ്റബിൾസ് ആവാം, അല്ലെങ്കിൽ അൺകുക്ക്ഡ് ആയിട്ടുള്ള റോ വെജിറ്റബിൾസ് ആവാം. പിന്നെ 1/4 ഒന്നുമില്ലെങ്കിൽ ഒഴിച്ചിടാം, അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം. ആ സൈഡിൽ വെള്ളവും കുടിക്കാം. അങ്ങനെ നമ്മൾ ഒരു പ്ലേറ്റ് മെത്തേഡിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും മിനറൽസും ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനെ 1/4 ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഏത് സമയത്ത് കഴിക്കുകയാണെങ്കിലും, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ചോറ് കൊടുക്കാൻ പറ്റുമോ കുട്ടിക്ക്, അല്ലെങ്കിൽ തടി കൂടുതലാണെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഡയബറ്റീസ് വന്ന ആൾക്കാരാണെങ്കിലും ചോറങ്ങോട്ട് ഒഴിവാക്കിയാൽ പോരെ, അല്ലെങ്കിൽ മധുരം ഒഴിവാക്കിയാൽ പോരെ, അതോടുകൂടി എല്ലാം ശരിയായില്ലേ ഡയറ്റിങ്? അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഒരു ഡയബറ്റീസ് ഡയറ്റൊന്നുമില്ല ആക്ച്വലി, അല്ലെങ്കിൽ ഒബിസിറ്റിക്കും വേറൊരു ഡയറ്റൊന്നുമില്ല. അവരെ ഇങ്ങനെ കഴിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇങ്ങനെ കഴിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് തന്നെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരണ വഴിയിൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക? നമ്മളിപ്പോൾ വഴിയിൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എവിടെ കിട്ടുന്നത്? നമ്മളൊന്ന് കയറി നോക്കിയാൽ ഒന്നുമില്ലെങ്കിൽ പൊറോട്ടയും കറി ഉണ്ടാവും രാവിലെ. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അവർ ദോശ ആയിരിക്കും, ഒരുപാട് നെയ് റോസ്റ്റ് ആയിരിക്കും. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡൊക്കെ ആക്ച്വലി അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഞാൻ ഈ പറഞ്ഞ പ്രപ്പോർഷനിൽ തരുന്ന ഏത് റെസ്റ്റോറൻറ്റ് ഉണ്ടാവും നമ്മുടെ ചുറ്റിൽ? നമ്മൾ പുറത്തിറങ്ങിയാലൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ഫുഡ് തന്നെ കിട്ടുന്നുണ്ടാവുള്ളൂ. മിക്ക ദിവസവും പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാരുടെ കാര്യവും വളരെ കഷ്ടമാണ്. അപ്പോൾ ആക്സസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ജനറലി സൊസൈറ്റിയിൽ ഇതിനെപ്പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മാത്രമേ, അതിനുവേണ്ടി ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായാലും, എപ്പോഴും ബിസിനസ്സുകാരും ഓൺടർപ്രണേഴ്സൊക്കെ ഇതിനൊരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് ഫുൾഫിൽ ചെയ്യാൻ നോക്കുള്ളൂ. അപ്പോൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. വീട്ടിലെങ്കിലും നമ്മളിത് കഴിയുന്നത്ര പാലിക്കാൻ നോക്കുക. ഈ ഒരു പ്രപ്പോർഷനിൽ മാത്രം ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 നേരവും ഇങ്ങനെ തന്നെ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒരേപോലെ തന്നെ. പിന്നെ ഇടനേരത്ത് സ്നാക്സ് കഴിക്കാൻ ആണ് ഏറ്റവും നല്ലത്, ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഒരു ഫ്രൂട്ട്സിൻ്റെ സെർവിങ്സ് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം കഴിക്കണം എന്നാണ്. അത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ഡിവൈഡ് ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇടനേരം. ഈ ഫ്രൂട്ട്സ് രാത്രി കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അത് തെറ്റാണ്. അങ്ങനെ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ രാത്രി കഴിക്കരുത്, രാത്രി കഴിക്കാൻ പാടില്ല ഒന്നുമില്ല. ചില ആൾക്കാർക്ക് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ മതിയാവും. ഫ്രൂട്ട്സ് ആക്ച്വലി റീപ്ലേസ്മെൻ്റ് ആണ് ഇതിന്. ഡയബറ്റീസ് ഉള്ള ആൾക്കാരും തടി കൂടുതലുള്ള ആൾക്കാരും ഒക്കെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് നല്ലത് ആക്ച്വലി. അങ്ങനെ രാത്രി ക്രാഷ് ആവാതിരിക്കാനും ഷുഗർ ഡൗൺ ആവാതിരിക്കാനും. പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും രാത്രി എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണം തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. നമ്മൾ ഇടനേരത്തെ ഒരു 11 മണി ആ സമയത്തും കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോഴും ഫ്രൂട്ട്സ് കഴിക്കാം. ഓക്കെ. ഇപ്പോഴത്തെ നമ്മളുടെ കുട്ടികൾ പലരും ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഫുഡിലുള്ള മാറ്റം, അതായത് നമ്മൾ പല ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്നൊരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റില്ലേ? എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഡയബറ്റീസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്? കുട്ടികൾ ഡയബറ്റീസ് വരാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഓവർ ന്യൂട്രീഷനാണ് പ്രോബ്ലം. ബേസിക്കലി നമ്മൾ കഴിക്കേണ്ടത് നിർത്തുന്നില്ല എന്നുള്ളതാണ്. കഴിച്ച് നമുക്ക് മതിയായെന്നുണ്ടെങ്കിൽ എന്തിനു ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ ബോഡിക്ക് ആവശ്യമുണ്ടായിട്ടാണോ കഴിക്കുന്നത്, അതോ ബോറടി മാറ്റാനാണോ കഴിക്കുന്നത്, അതോ വേറൊന്ന് ഇപ്പോൾ ചെയ്യാനില്ല കുറേ കഴിഞ്ഞ് വിശക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ കുറേ കൂടുതൽ കഴിച്ച് വെക്കുന്നതാണോ? ഈ സ്നാക്ക് ഈറ്റേഴ്സ് കൂടുതൽ നമ്മൾ സ്നാക്കിംഗ് ടൈം കൂടി വരികയല്ലേ, കൂടി വരികയാണ് മൂവി കാണുമ്പോഴും. അതെ, കഴിക്കാതിരിക്കുന്ന ഒരു സമയമില്ല. നമ്മളൊരു ശരിക്ക് ഇവർക്കൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് നമ്മൾ അഡ്വൈസ് ചെയ്യുക. ആകെ ഓവർ ന്യൂട്രീഷൻ കിട്ടുന്ന ആൾക്കാർക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് അഡ്വൈസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 8 hours ഭക്ഷണം കഴിക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോളൂ. ബാക്കിയുള്ള 16 hours കഴിക്കാതിരിക്കാം ഒരു ദിവസത്തിൽ. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം.
ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു നല്ല വഴിയാണ് അതിന്. ഞാൻ തുടക്കത്തിലേ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, ഈ എന്താണ് ഒരു പെർഫെക്റ്റ് എൻഡോക്രൈൻ സിസ്റ്റം, അല്ലെങ്കിൽ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഹോർമോൺസ് ആണ്. അതാണ് ജനറലി എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ. പക്ഷേ അപ്പോൾ പിന്നെ എന്താണ് ഹോർമോൺസ് എന്നുള്ള ചോദ്യം വരും അടുത്തത്. ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂറോളജി എല്ലാവർക്കും അറിയാം, നെർവ് സിസ്റ്റമാണ്. അതെ, അതൊരു ടെലിഫോൺ ലൈൻ പോലെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ബേസിക്കലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ബോഡിയിൽ. അതെ. അപ്പോൾ നമ്മൾ തലച്ചോറിൽ നിന്ന് തുടങ്ങിയിട്ട് കാലിൻ്റെ അറ്റം വരയ്ക്ക് ഒരു വയറുകൊണ്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ന്യൂറോളജി. അതിൽ നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല എൻഡോക്രൈനോളജിയിൽ. വൈഫൈ പോലെ അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് പോലെയാണ് എൻഡോക്രൈനോളജി. പക്ഷേ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ വെറുതെ അങ്ങോട്ട് സിഗ്നൽ വിടുക എന്നുള്ളത് മാത്രമല്ല, ആ സിഗ്നൽസ് റിസീവ് ചെയ്യാനുള്ള സിസ്റ്റം കൂടി അതിൽ തന്നെയുണ്ട്. റിസപ്റ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് പല ബോഡിയുടെ പല ഓർഗൻസിലും ആ റിസപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോർമോൺ അവിടെ ആക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട് നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ ഈസ്ട്രജൻ ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്, തൈറോയ്ഡ് ഹോർമോൺ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഹോർമോൺ ഉണ്ടായാൽ മാത്രം പോരാ, ഇതൊക്കെ അതാത് ഓർഗൻസിൽ പോയിട്ട് അതിൻ്റെ റിസപ്റ്ററിൽ പോയി അറ്റാച്ച് ചെയ്ത് അങ്ങനെ മാത്രമേ അതിൻ്റെ ആക്ഷൻ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡിയാണ്, ഇതിൻ്റെ ഒരു ബയോകെമിസ്ട്രിയും ഇതിൻ്റെ പെത്തോളജിയും ഇതിൻ്റെ ഫാർമക്കോളജിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സ്റ്റഡിയാണ്, ഒരു ഗ്രൂപ്പാണ് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ. അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മളെ അഡൽട്ട്ഹുഡ് ഡിസീസ് പാറ്റേണിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക? അഡോളസെൻ്റ് എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ചൈൽഡ്ഹുഡ്, ഈവൻ ഇൻഫൻറ്ഹുഡ്, ഈവൻ അതിനു മുമ്പ് നമ്മൾ ഫീറ്റസ് ആയിരിക്കുമ്പോൾ നമ്മുടെ വയറ്റിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഉള്ള എൻഡോക്രൈൻ ഹെൽത്ത് വരെ അഡൽട്ട്ഹുഡിനെ ബാധിക്കാം എന്നല്ല, ബാധിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഒരു ഹൈപ്പോത്തസിസ്, ഇങ്ങനെ ഒരു തിയറിയനായി മാറിയിട്ടുണ്ട്, ബാർക്കേഴ്സ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഫീറ്റൽ ഒറിജിൻ ഓഫ് അഡൽട്ട് ഡിസീസ് എന്ന് പറയുക അതിന്. അത് എൻഡോക്രൈൻ അസുഖങ്ങൾ മാത്രമല്ല, വേറെ അസുഖങ്ങളും എല്ലാം നമ്മുടെ വയറ്റിൽ കുട്ടിയുള്ള സമയത്ത് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യം, അതുപോലെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, നമ്മുടെ ന്യൂട്രീഷൻ, നമ്മുടെ സ്ട്രെസ് ലെവൽസ്, നമ്മുടെ അപ്പോഴത്തെ ഹോർമോണൽ, അമ്മ വല്ല മെഡിസിനും കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് എല്ലാം കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്നു മാത്രമല്ല, ആ സമയത്ത് വയറ്റിൽ കിടക്കുമ്പോൾ മാത്രമല്ല, അത് കുട്ടി ജനിച്ചതിന് ശേഷവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് PCOD വരാനും പിന്നീട് ഡയബറ്റീസ് വരാനുള്ളൊക്കെ സാധ്യത കൂടുതലാണ് അഡൽട്ടാകുമ്പോൾ. അപ്പോൾ അത്ര ചെറുപ്പം മുതൽക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അഡോളസൻസ് ഒക്കെ പിന്നെ നമ്മുടെ തന്നെ ടൈമാണല്ലോ. പ്രത്യേകിച്ച് അഡോളസൻ്റ് ഒബിസിറ്റി, ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ലീഡ്സ് ടു അഡോളസൻ്റ് ഒബിസിറ്റി ലീഡ്സ് ടു അഡൽട്ട് ഒബിസിറ്റി. മിക്ക കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സിനിമകളിൽ മാത്രമേ കാണുള്ളൂ ചെറുപ്പത്തിൽ ഒബീസായിട്ടുള്ളൊരു കുട്ടി വലുതാവുമ്പോൾ, ഹൃതിക് റോഷൻ്റെയൊക്കെ സിനിമയിൽ കാണാമല്ലോ, ഏതൊരു പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, വലുതാവുമ്പോൾ നല്ല ഫിറ്റായിട്ടുള്ള ആളായിട്ട് മാറുന്നത്. അത് വളരെ റെയർ പോസിബിലിറ്റിയാണ്. മിക്ക കേസിലും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി വിൽ ഫൈനലി ലീഡ് ടു അഡൽട്ട് ഒബിസിറ്റി. അതുതന്നെയാണ് അസുഖങ്ങളും കാര്യത്തിലും. ഡയബറ്റീസ് ആണെങ്കിലും ശരി, ചെറുപ്പത്തിൽ തടി കൂടുതലുള്ള കുട്ടികൾക്കാണ് ഒരു 30 വയസ്സിലും 35 വയസ്സിലൊക്കെ ഡയബറ്റീസായി മാറുന്നത്. ആ സമയത്ത് ചിലപ്പോൾ തടി ഉണ്ടാവില്ല, പക്ഷേ ഡയബറ്റീസായി മാറിയിട്ടുണ്ടാവും. അതുപോലെ PCOD, ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ, പെൺകുട്ടികൾക്ക് 15-16 വയസ്സായ കുട്ടികൾക്ക് PCOD ഉണ്ട്. PCOD എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് തന്നെയാണ് ബേസിക്കലി. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഡയബറ്റീസായി മാറുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻ ദി ഓവറീസ് ഈസ് കോൾഡ് PCOS. അത്രയേ ഉള്ളൂ. അപ്പോൾ PCOS തന്നെയാണ് പിന്നീട് ഡയബറ്റീസായി മാറുന്നത്. അപ്പോൾ എഫക്റ്റീവ്ലി സ്പീക്കിംഗ്, നമ്മൾ അഡോളസൻ്റ് ഹെൽത്ത് എത്ര നന്നാക്കുന്നോ, ഇത് നമ്മൾ ഇൻ്റർവ്യൂൻ ചെയ്തില്ലെങ്കിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മിക്ക ആൾക്കാരും ഇൻ്റർവ്യൂൻ ചെയ്യില്ല ഈ സമയത്ത്, കാരണം ഡോക്ടറെ അടുത്ത് എത്തൂല്ല. പിന്നെ ഡോക്ടറെ അടുത്ത് എത്തുക എന്നുള്ളൊരു സെക്കൻഡറി സംഭവമാണ്. എല്ലാത്തിനെയും നമ്മൾ മെഡിക്കലൈസ് ചെയ്യാനും പാടില്ല. ഇതൊന്നും ഇപ്പോൾ മെഡിക്കൽ സംഭവങ്ങളൊന്നും അല്ല. അഡോളസൻ്റായി ഇപ്പം നമ്മൾ അസുഖങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ നല്ലൊരു ലൈഫ് സ്റ്റൈല് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ഇതേപോലത്തെ പോഡ്കാസ്റ്റും ഇങ്ങനത്തെ നമ്മളിത് പബ്ലിക്കിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണല്ലോ. ജനങ്ങൾ പലരും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല അവർക്ക്. അപ്പോൾ തടി കൂടുതലുണ്ടെങ്കിൽ ക്യൂട്ടാണെന്ന് വിചാരിക്കുന്നതാണ് ആൾക്കാർ, പ്രത്യേകിച്ച് അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ. തടി മെലിഞ്ഞുമ്പോഴാണ് അവൻ എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. മെലിയുന്ന ആളുകൾക്ക് എന്തോ അസുഖം ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മുടെ സൊസൈറ്റി. ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് അങ്ങനെ. 2 കുട്ടികളെ കൊണ്ടുവരും എൻ്റെ അടുത്ത്. എന്നിട്ട് ഈ കുട്ടി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഇവനെന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു പറഞ്ഞ് എന്നെ കാണിക്കും. മറ്റേ 2 കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവർ 2 ആൾക്കാർക്ക് ആക്ച്വലി അസുഖം ഉണ്ടാവും. ഞാൻ നോക്കുമ്പോൾ അവരിങ്ങനെ ചബ്ബിയായിട്ട് തടി. അപ്പോൾ ഇവരുടെ നോട്ടത്തിൽ അവരൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. കുട്ടി അത്ര ഹെൽത്തി അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവനൊരു അസുഖവും അല്ലെങ്കിൽ അവൾക്കൊരു അസുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിലെ പെർസെപ്ഷൻസ് മാറണം. പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ആൾക്കാർക്ക് കുറച്ചും കൂടി അവെയറാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഈ തടി കൂടുതലാണ് കുട്ടിക്ക് എന്ത് ചെയ്യണം. പക്ഷേ എക്സ്ട്രീമിലേക്ക് പോയിട്ടേ ആൾക്കാരെ കൊണ്ടുവരുള്ളൂ. അതിനേക്കാളും നേരത്തെ സ്റ്റേജിൽ ശരിക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്രയും കൂടി എളുപ്പമാണ്. നമ്മൾ ഈ ഒബേസിറ്റിക്ക് തന്നെ പല സ്റ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരുന്നില്ലാതെ ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻ മതി. ആ സമയത്ത് ഇൻ്റർവ്യൂൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് നമ്മളെന്താ മൾട്ടി ടാസ്കർ അല്ലെങ്കിൽ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളുകൾ എന്നുള്ളത്. സാർ ഒരു മൾട്ടി ടാസ്കർ ആയിരുന്നോ? അല്ലെങ്കിൽ ഈ മൾട്ടി ടാസ്കിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം അവർക്ക് മൾട്ടി ടാസ്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സാധനത്തിൽ ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ മൾട്ടി ടാസ്കിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ വൈൽ സ്റ്റഡിയിങ് ആ ഒരു പീരീഡിൽ നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ? മൾട്ടി ടാസ്കിങ് ഒരു കാര്യത്തിലും നല്ലതല്ല. അത് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അത് പൊതുവേ എൻ്റെ അഭിപ്രായം മാത്രമല്ല, സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ സൈക്കാട്രിസ്റ്റുകൾ പറയുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള EQ, ഇമോഷണൽ കോഷ്യൻ്റാണ് നമ്മളെ സക്സസ്സിനെ നിയന്ത്രിക്കുന്നത്. അതിൽ രണ്ടാമത്തെ പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് ഈ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് കുട്ടികൾക്ക് വേണ്ടത് സക്സസ് ആവാൻ. ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. മിക്ക ആൾക്കാർക്കും പറ്റാതിരിക്കാനുള്ള കാരണം ഈ ഒരു മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ എന്തായി, എന്തെങ്കിലും അപ്ഡേറ്റ് നോക്കണം, ഒന്നുമില്ലെങ്കിൽ സ്കോർ നോക്കാനായിരിക്കും, അല്ലെങ്കിൽ റീൽ എന്തെങ്കിലും പുതിയതിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തിലെങ്കിലേക്കൊക്കെ നമ്മളുടെ അറ്റൻഷൻ പെട്ടെന്ന് ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈസി ആക്സസ് ആണ്. പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻഫർമേഷനും വളരെ ഈസി ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. മുമ്പൊരു സിനിമ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് പിടിച്ച് തിയേറ്ററിൽ പോയി ചിലപ്പോൾ ക്യൂ നിന്ന് കുറേ നേരം കഴിയുമ്പോൾ ആയിരിക്കും മനസ്സിലാവുക ടിക്കറ്റ് കഴിഞ്ഞു എന്ന്. അപ്പോൾ നമ്മൾ നിരാശരായി തിരിച്ചു വരേണ്ടി വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ. ഇപ്പം ആരെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇവിടെ തന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ബുക്ക് ചെയ്ത് പോകുന്നത്. ഇനിയിപ്പോൾ പല ആൾക്കാരും ഓൺലൈനിൽ കാണുകയും ചെയ്യാമെന്ന്. ഇതുകൂടി വന്ന് നെറ്റ്ഫ്ലിക്സും കൂടി വന്നതോടുകൂടി ഈസി ആക്സസ് ആണ് എല്ലാം. നമ്മൾ 2 ആഴ്ച വെയിറ്റ് ചെയ്താൽ ആ പടം തന്നെ നെറ്റ്ഫ്ലിക്സിൽ ആക്സസ് ചെയ്യും. അതേപോലെ തന്നെ ഫുഡാണെങ്കിലും, പണ്ടാണെങ്കിൽ നമ്മൾ ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പ് തുടങ്ങണം പ്രിപ്പറേഷൻ. അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും പുറത്ത് പോയി കഴിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും മിക്ക ഫാമിലീസിലുണ്ടാവില്ല. അപ്പോൾ മിക്ക ആൾക്കാരും മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വീട്ടിലിരുന്ന് എൻ്റെ പല നൈബേഴ്സിനും ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ അവർ 3 നേരവും സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. 3 നേരവും വീട്ടിൽ കിച്ചണേ ഇല്ലയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ഇത്രയും ആക്സസിബിലിറ്റി ആയതുകൊണ്ടാണ്. അവർക്ക് മെനക്കെടാനും വയ്യ, ഇങ്ങനെ ഈസിലി എല്ലാം വെറൈറ്റി ഫുഡ്സ് കിട്ടുന്നു. ഇതുകൊണ്ട് ഫൈനലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ക്ഷമയില്ലാതാവുകയാണ്. ഇപ്പോൾ ക്ഷമയോടുകൂടി ഇരുന്ന് ഒരു കാര്യം വായിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഒരു ജോലി ചെയ്ത് തീർക്കാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ടാർഗറ്റ് മീറ്റ് ചെയ്യാനുണ്ടെങ്കിലും അതിനൊക്കെ ക്ഷമയാണല്ലോ വേണ്ടത്. ആ ക്ഷമ ഇല്ലാതാവുന്നതാണ് മെയിനായിട്ട് പ്രശ്നം. നമ്മൾ പെട്ടെന്ന് തീർക്കാൻ ഇതും ചെയ്യും, അതിൻ്റെ കൂടെ വേറൊരു കാര്യം ചെയ്യും, ലാസ്റ്റ് എവിടെയും ഒന്നും എത്താത്ത രീതിയിലേക്ക്. ഒരു ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ, ക്വാളിറ്റി വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും മൾട്ടി ടാസ്കിൽ കിട്ടില്ല. പിന്നെ നമ്മളെ കുട്ടികൾ എനർജറ്റിക് ആണ്, അവർ സ്മാർട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇതേപോലെ ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഒരു പാരൻ്റ് എങ്ങനെയാണ് തിരിച്ചറിയുക? അതിന് എന്തെങ്കിലും സിംറ്റംസും കാര്യങ്ങളും, അതായത് കുട്ടി സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എനർജറ്റിക് ആണ്, അല്ലെങ്കിൽ അവന് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക ഏർലി സ്റ്റേജിൽ? അതിനങ്ങനെ വലിയ സിംറ്റംസും കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സൊല്യൂഷൻ തന്നെ പറയാനുള്ളൂ. കുട്ടികളായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരുടെ ഫ്രണ്ടായിട്ടിരിക്കുക എപ്പോഴും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും. മറ്റേ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്, പക്ഷേ ടൈം മാത്രം കൊടുക്കുന്നില്ല. അവരോട് സംസാരിക്കാൻ അവർക്ക് ടൈമില്ല. നമ്മൾ അവരുടെ അടുത്ത് ഞാൻ തന്നെ ഈ കാര്യത്തിൽ ചിലപ്പോൾ തെറ്റുകാരനാണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും. എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ വിചാരിക്കും അത് കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ടൈം കൊടുക്കാം, ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ചെയ്യണ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നീ അവിടെ ഇരിക്കേ. പക്ഷേ കുട്ടികൾ എല്ലാ കാലത്തും നമ്മുടെ അടുത്തേക്കിങ്ങനെ വരില്ല. അവർ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് ടൈം കൊടുക്കാൻ പറ്റിയാൽ അവരുടെ പ്രോബ്ലംസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ കണ്ടിട്ട് തന്നെയല്ല നമ്മളെ കുട്ടികൾ പഠിക്കുക. നമ്മളെ പാരൻസ് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്ന ഒരു പാറ്റേണൊക്കെ തന്നെയല്ലേ കുട്ടികൾ വലുതാകുമ്പം അത് എന്താ പറയുക, അതിൻ്റെ ഒരു റെപ്ലിക്ക ആയിരിക്കില്ലേ കുട്ടികളും? കുറേയൊക്കെ അവർ പഠിക്കും. ഫുള്ളായിട്ട് നമ്മളെ റെപ്ലിക്ക ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കുറേ തരത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണെങ്കിലും പാരൻസിൻ്റെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് തന്നെ ആയിരിക്കും അവർ പഠിക്കുന്നുണ്ടാവും.
ഓക്കെ, നമ്മൾ ആംഗിൾ ഇത്തരത്തിലുള്ള കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഇങ്ങനെ ഡിവൈസ് ചെയ്യുന്നുണ്ട്, അവരെ എങ്ങനെ സ്മാർട്ടായിട്ട്. എനിക്കതാ ചോദിക്കണം എന്ന് വിചാരിച്ചത്. എൻ്റെ കുട്ടി ഇപ്പം മോള് 5th സ്റ്റാൻഡേർഡിലായി, മോന് UKG-യിലായിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ആംഗിൾ എന്നുള്ള ഈ പ്ലാറ്റ്ഫോം കൊണ്ട് എന്താണ് നമ്മൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡേഴ്സ് ആണ്, ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. നമ്മൾ ഓഫ്ലൈനായിട്ടാണ് തുടങ്ങിയത്, പിന്നെ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി അത് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്തു. ഇപ്പം നമ്മൾ K-12 ഓൺലൈൻ പേഴ്സണലൈസ്ഡ് ആയിട്ട് AI സപ്പോർട്ടോട് കൂടിയിട്ട് ലേണിംഗ് കൊടുക്കുകയാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുട്ടികൾക്ക് AI അസിസ്റ്റൻസ് ഉണ്ട്, അവർക്ക് MCQs കിട്ടും, AI-നോട് നമുക്ക് ചാറ്റ് ചെയ്യാം. ലൈക്ക് ഒരു ചാറ്റ് ബോട്ട് പോലെ നമ്മുടെ ഹെലോ ആംഗിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം ത്രൂ ആണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് AI-നോട് ചാറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ലേൺ ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം കസ്റ്റമൈസ് ചെയ്ത് പഠിക്കാം. പിന്നെ ലൈവ് ക്ലാസ്സും ടീച്ചേഴ്സ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട് വിത്ത് AI അസിസ്റ്റൻസ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സാർ ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം എന്തായാലും, ആ ചോദിച്ച് തുടങ്ങിയ സ്ഥിതിക്ക്. ഞാൻ ബൈജൂസിൻ്റെ ഒരു 5 കൊല്ലം മുമ്പ് ഇതേപോലെ എടുത്തിട്ട് കൈപൊള്ളിയ ആളാണ്. ഇവിടെ കൈപൊള്ളില്ല നമുക്ക്, അത് ഞാൻ 100% ഗ്യാരണ്ടി. കുട്ടികൾ അത് അന്ന് ഞാൻ കുട്ടിക്ക് ഞങ്ങളെന്തായാലും പഠിപ്പിക്കണമുണ്ട്, പക്ഷേ കൂട്ടത്തിൽ കൂടി ടാബ്ലറ്റൊക്കെ അവർ അയച്ചു തന്നു. സ്മാർട്ട് ടാബ്ലറ്റാണ്, അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാക്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ. എന്നിട്ട് ഞങ്ങൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇത് കുട്ടിക്ക് ശരിയാവില്ല, കുട്ടിക്ക് ഇതിനെക്കൊണ്ട് പറ്റേണ്ടത് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അവരടുത്ത് പൈസ തിരിച്ചു ചോദിച്ചൊന്നുമില്ല. പക്ഷേ ഇത് ഞങ്ങളിനി ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇനി വേണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അവർ കോൺസ്റ്റൻ്റായിട്ട് പിന്നാലെ കൂടി ഇത് കുട്ടിയുടെ എന്തോ പ്രശ്നമാണെന്നുള്ള മട്ടിലാക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ എന്താണ് ഡിഫറൻസ്? നമ്മൾ മാസ് ക്ലാസ് അല്ല, നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മോട്ടീവോടെയാണ് ആംഗിൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് 1-on-1 ട്യൂഷനാണ്, ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റ്, എനിക്ക് മാത്സിലെ ഒരു പോർഷൻ ഇപ്പോൾ ഇൻ്റഗ്രേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷനിലെ ഒരു ഭാഗമാണ് ഡൗട്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മാത്രമാണ് എനിക്ക് ട്യൂഷൻ വേണ്ടെങ്കിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിലുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ കുട്ടികൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ USP എന്ന് പറയുന്നത്. കസ്റ്റമൈസ്ഡ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്, 1-on-1 പ്ലാറ്റ്ഫോമാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ തന്നെ AI പ്ലാറ്റ്ഫോം, ഹെലോ ആംഗിൾ എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ AI അസിസ്റ്റൻസ്. ഇപ്പം ഞാനൊരു പ്രോബ്ലം ചെയ്യാണ്, എനിക്കത് കിട്ടിയിട്ടില്ല, അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് AI ഹിൻഡ് തരും, AI എന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ലൈവായിട്ട് ടീച്ചേഴ്സ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു ആ ഒരു കോമ്പിനേഷൻ, ലൈവ് ടീച്ചിങ് പ്ലസ് AI അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ. മസ്റ്റ് ട്രൈ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സാർ ഒരു സൂപ്പർ ലേണറാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് DM കഴിഞ്ഞിട്ടാണ് ഇപ്പം ഒരുപാട് വർഷത്തെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ സാർ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ ഒരു സൂപ്പർ ലേണർ ആവാൻ ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് മസ്റ്റായിട്ട് non-negotiable ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആ ടെർമിനോളജിയിൽ അത്ര വിശ്വസിക്കുന്നില്ല, സൂപ്പർ ലേണർ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കുറേ ആകസ്മികതകളിലൂടെ ആണ് ഈ പൊസിഷനിലെത്തിയതെന്നുള്ളത്. ഞാൻ ആക്ച്വലി MBBS കഴിഞ്ഞിട്ട് നിർത്തിയാലോ എന്ന് കുറച്ച് കാലം ആലോചിച്ചു. പിന്നെ MD കഴിഞ്ഞിട്ട് നിർത്തിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ അതിനുശേഷം എന്നാൽ പിന്നെ വേണ്ട, DM കൂടി കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയാൽ മതി. അങ്ങനെ ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് വല്ലാതെ ചെയ്തെത്തിയതല്ല അവിടെ. അവിടെ അങ്ങനെ സൂപ്പർ ലേണർ എന്നുള്ള ഒരു ടെർമിനോളജി എനിക്ക് ബാധകമാകുമെന്ന് എനിക്കത്ര ഉറപ്പില്ല. പക്ഷേ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെയാണ്. സമ്മറൈസ് ചെയ്ത് പറയാം അത് ചുരുക്കിയിട്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്, അതിപ്പോൾ ഏത് പഠിക്കണമെന്നുണ്ടെങ്കിലും, അത് ഇപ്പോൾ ഡോക്ടറാവാൻ തന്നെ പഠിക്കണമെന്നില്ല, വേറെ ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിലും ആ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ നമ്മൾ കുറേ കാലത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫിസിക്കൽ ഹെൽത്തും കൂടി നോക്കിക്കൊണ്ട് പോകണം. അല്ലാതെ പഠനം കഴിഞ്ഞിട്ട് ഇനി ഞാൻ എക്സസൈസ് ചെയ്യാം, പഠനം കഴിഞ്ഞിട്ട് ലൈഫ് സ്റ്റൈൽ നന്നാക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഇമോഷണൽ കോഷ്യൻ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ കഴിയുന്നത്ര ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഒക്കെ അതും കൂടി അതിൻ്റെ ഒപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലൈഫിൽ സക്സസ് ആവാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളെ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിലെ പാരൻസിനോട് സാറിന് എന്താ പറയാനുള്ളത്? ഇപ്പം ഗുഡ് പാരൻറ്റിങ്, ബാഡ് പാരൻറ്റിങ് എന്നുള്ള വേർഡ്സ്, അങ്ങനത്തെ ജാർഗണുകളൊക്കെ വരുന്നൊരു ടൈമാണ്. സാർ ഒരു പാരൻ്റാണ്. അപ്പോൾ പാരൻസിനോട് കുട്ടികളുടെ സ്റ്റഡീസിൽ നല്ല രീതിയിൽ എങ്ങനെയാണ് പാരൻ്റ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്? നമ്മളവർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആംഗിൾ പോലത്തെ പ്ലാറ്റ്ഫോം ആയാലും ശരി, വേറെ എന്തൊക്കെ ടെക്നോളജിക്കലായാലും ബുക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടാണെങ്കിലും ഏറ്റവും നല്ല സ്കൂളിൽ വിട്ടിട്ടാണെങ്കിലും, അങ്ങനെ എല്ലാ രീതിയിലും നമ്മളുടെ കഴിവിനനുസരിച്ച് കഴിവിൻ്റെ പരമാവധി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാ പാരൻസും ചെയ്യുന്ന കാര്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം, അറ്റ്ലീസ്റ്റ് ഒരു 1 hour ഡെയിലി കുട്ടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ, അവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവർ അതായിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ അത് തന്നെ മതി. പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതിരിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ദർ ആർ നോ പെർഫെക്റ്റ് പാരൻസ്. ഫ്ലോസ് എല്ലാവർക്കും ഉണ്ടാവും. പെർഫെക്ഷനിസം നമ്മളിതിൽ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും നമ്മൾ തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്, അവരും പെർഫെക്റ്റ് ആവണമെന്ന്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള എൻ്റെ കുട്ടികളടുത്ത്, ഞാനൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ഒന്നുമല്ല, നിങ്ങളും പെർഫെക്റ്റ് ആവണ്ട, എൻ്റെ കുട്ടികളല്ലേ, നിങ്ങൾ ഇത്രയും പെർഫെക്റ്റ് ആവാൻ മതി. അപ്പം അങ്ങനെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഇൻട്രാക്ഷൻ സാറിൻ്റെ ഒരു? വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമായി. വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്നു അതെ, വിചാരിച്ചു. വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്നു വിചാരിക്കാം. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ഇനി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ, ഇതേപോലെ ഒരുപാട് വേദികളിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. ഓ താങ്ക് യു സാർ. താങ്ക് യു.